ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ ഗൺമാൻമാർക്ക് മുൻകൂർ ജാമ്യം. ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അമൽ സുരേന്ദ്രൻ ചേരുന്നു. അമൽ, വിശദാംശങ്ങൾ. ശ്യാമിലി, ഏറെ നാളത്തെ പ്രത്യേകിച്ചും ദിവസങ്ങളായിട്ടുള്ള കാത്തിരിപ്പായിരുന്നു പ്രതിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം മുൻകൂർ ജാമ്യം എന്നത്. പലതവണ കേസ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പ്രതിപട്ടികയിലുള്ള 5 പ്രതികൾക്കും ജാമ്യം അനുവദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയമായ ചർച്ചകൾക്ക് കൂടിയും കേരള രാഷ്ട്രീയം വേദിയായതാണ്. മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ നവകേരള യാത്ര ആലപ്പുഴയിലൂടെ കടന്നു പോകുമ്പോഴായിരുന്നു യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുടെ പ്രതിഷേധം ആ വാഹന വ്യൂഹത്തിനെതിരെ ഉണ്ടാവുകയും തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ഇദ്ദേഹത്തെ ഈ AD തോമസിനെയും നിലവിലെ ആലപ്പുഴയിലെ MLA ആയ AD തോമസിനെയും അദ്ദേഹത്തോടൊപ്പം തന്നെ അജയ് എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെയും മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലും അടക്കം വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ഇടവെച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോഴത്തെ സർക്കാർ വന്നതിന് ശേഷം AD തോമസിന്റെ പരാതിയിൽ, AD തോമസിന്റെയും അജയ് ജുവൽ മാനുവലിന്റെയും പരാതിയിൽ കേസ് വീണ്ടും അന്വേഷിക്കുവാൻ വേണ്ടി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുകയും പിന്നീട് അതൊരു SIT സംഘത്തെ ഏൽപ്പിക്കുകയും ചെയ്തത്. പ്രത്യേകിച്ചും SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള SIT സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 5 പ്രതികൾക്കും മുൻകൂർ ജാമ്യം ലഭിക്കുമ്പോൾ അത് വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ ഒട്ടും തന്നെ തർക്കമില്ല. SIT ഇത്രയും നാൾ ഈ അന്വേഷണവുമായി നടത്തിയ കാര്യങ്ങളിൽ പലതിലും ഈ ഒരു വിചാരണയിൽ എന്ന പോലെ മുൻകൂർ ജാമ്യം നൽകുന്ന ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള വാദം തന്നെ ഒരു വിചാരണയ്ക്ക് സമാനമായ രീതിയിൽ നീണ്ടുപോകുന്നതൊക്കെ പ്രതിഭാഗവും വാദിഭാഗവും ചൂണ്ടിക്കാണിച്ചത് പോലും ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഗൗരവമേറിയ ഒരു കേസായിരുന്നു. ആ കേസിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഇത്തരത്തിൽ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയായിട്ടുള്ള പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയായിട്ടുള്ള പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസിന്റെ വെർഡിക്റ്റ് ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ വിധിയുടെ വിശദമായിട്ടുള്ള പകർപ്പ് അല്പസമയത്തിന് ശേഷം മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ഇപ്പോൾ ഏതായാലും മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്ന കാര്യം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വിധിയുടെ വിശദാംശങ്ങൾ കുറെ കൂടി അല്പസമയത്തിനുള്ളിൽ നമുക്ക് ജനങ്ങളെ അറിയിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു വിധി വരുമ്പോൾ അത് ഈ കേസിന്റെ തുടർന്നുള്ള പോക്കിനെ പോലും വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒട്ടും തന്നെ തർക്കമില്ല. ഇപ്പോൾ ഈ പ്രതികൾക്കേത് ശക്തമായിട്ട് വാദമുഖങ്ങൾ, അത് പ്രോസിക്യൂഷൻ ആകട്ടെ അല്ലെങ്കിൽ വാദിഭാഗത്തിനാകട്ടെ, കോടതിയെ ധരിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു എന്ന കാര്യം ഒട്ടും സംശയമില്ലാതെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. പ്രത്യേകിച്ചും പ്രോസിക്യൂഷന്റെ വക്കീലും വാദിഭാഗത്തിന്റെ വക്കീലും തമ്മിലുണ്ടായിരുന്ന കൃത്യമായിട്ട് ലഭിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം മാധ്യമപ്രവർത്തകർക്കാവട്ടെ കോടതിക്ക് സ്വന്തമായി തന്നെ മനസ്സിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ വക്കീൽ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. പ്രതിഭാഗത്തിന്റെ വക്കീലിന്റെ കോടതിയാണ് നിലവിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അമൽ സുരേന്ദ്രനാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകുന്നത്. എന്നാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോൺ ബെയിലബിൾ ഒഫൻസസ് വന്ന പ്രതികളെ കസ്റ്റഡിയിലെടുക്കും ഉള്ള ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ കൊടുത്തത്. ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ബെയിലബിൾ ഒഫൻസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് കോടതി ആ ബെയിൽ ആപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്യുകയും അതിനെ തുടർന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി പ്രതികൾ സറണ്ടർ ചെയ്യാനായിട്ട് ഹാജരായി കീഴടങ്ങി ബെയിലെടുക്കാൻ ശ്രമിക്കുമ്പോൾ രാവിലെ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിനകത്ത് ബെയിലബിൾ ഒഫൻസ് മാത്രം പരാമർശിച്ചതിന് ശേഷം ഉച്ചയായപ്പോഴത്തേക്ക് നോൺ ബെയിലബിൾ ഒഫൻസായ അതുപോലെ സെഷൻസ് കോടതി കൈകാര്യം ചെയ്യേണ്ട 308 IPC പ്രകാരമുള്ള കുറ്റകൃത്യം കൂടി ആരോപിച്ചുകൊണ്ട് ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട സെഷൻസ് കോടതിയിൽ വീണ്ടും ഈ 1-2 പ്രതികളും 3 മുതൽ 5 വരെ പ്രതികളുടെ ബെയിൽ ആപ്ലിക്കേഷൻ അവിടെ പെൻഡിങ് ആയിരുന്നു, വീണ്ടും കൊടുക്കാനിടയായത്. അപ്പോൾ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി രാഷ്ട്രീയ കക്ഷികൾ പല കാര്യങ്ങളും ചെയ്തേക്കാം. എന്നാൽ ഒരു അന്വേഷണ ഏജൻസി കോടതിയിൽ സുതാര്യവും സത്യസന്ധവുമായ രീതിയിൽ സമീപിക്കാൻ പാടുള്ളൂ. അങ്ങനെയിരിക്കെ അതിന് ബദലായി ഇത്തരത്തിൽ കാര്യങ്ങൾ പ്രവർത്തിച്ചത് കോടതി പരാമർശിച്ചിട്ടുണ്ട്. കാരണം ഒരു പ്രതി കീഴടങ്ങാൻ തയ്യാറായി കോടതിയെ ആശ്രയിക്കുമ്പോൾ അവിടെ അത് മറച്ചു വെച്ചുകൊണ്ട്
ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പ്രതി എങ്ങനെങ്കിലും കീഴടങ്ങിയ ശേഷം പ്രതിയെ നോൺ ബെയിലബിൾ ഒഫൻസ് അലജ് ചെയ്ത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുൽസിത ശ്രമം നടത്തിയതിനെ കോടതി കണ്ടെത്തി. അതുപോലെ തന്നെ ഈ കേസിൽ ആദ്യം മുതൽ സുതാര്യവും സത്യസന്ധവുമായ അന്വേഷണമല്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് പ്രതികളുടെ ആരോപണം. ഇപ്പോൾ ഉത്തരവ് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? വ്യവസ്ഥകളുള്ള ഉത്തരവ് അത് അപ്ലോഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. കോടതിയിൽ ഇപ്പോൾ ബെയിൽ അനുവദിച്ചു എന്നുള്ളത് മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. 5 പേർക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതി തന്നെ പറഞ്ഞല്ലോ ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു കേസാണോ എന്ന് പലതവണ കോടതിക്ക് ചോദിക്കേണ്ടി വന്നല്ലോ. രാഷ്ട്രീയമായ കേസ് എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റിന്റെ ഒരു ഔട്ട്റീച്ച് ഇനിഷ്യേറ്റീവിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ ഉള്ള കേസാണ്. എന്നാൽ അതിനുശേഷം ബെയിലബിൾ ഒഫൻസ് നോൺ ബെയിലബിൾ ഒഫൻസ് ആക്കുകയും എങ്ങനെയും പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെ ഓരോ കാര്യങ്ങളും നീക്കിയപ്പോഴാണ് ഇതിനകത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പ്രത്യേക താല്പര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ. പക്ഷേ ആദ്യ അന്വേഷണത്തിൽ വലിയ അട്ടിമറി നടന്നതെന്നാണ് SIT നിലവിൽ കോടതിയിലടക്കം ചോദിക്കുന്നത്. MR അജിത്കുമാർ പോലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ വലിയ അട്ടിമറി നടന്നതാണ്. അങ്ങനെ ആദ്യ അന്വേഷണത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ 19-ആം തീയതി അന്വേഷണം ഏറ്റെടുത്ത സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇന്ന് വരെ ഏത് രീതിയിലാണ് അട്ടിമറി നടന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്ന് കാണിക്കുന്ന യാതൊരു രേഖകളും ഈ കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടില്ല. അത് വാക്കുകൾക്കെതിരെ വാക്കുകളായി മാത്രം നിൽക്കുന്നു. ജസ്റ്റ് വേർഡ്സ് അഗൈൻസ്റ്റ് വേർഡ്സ്. അത് ആ വൂണ്ട് സർട്ടിഫിക്കറ്റ് മനസ്സിലാക്കിയാൽ വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. 1x1 സെന്റിമീറ്റർ ഒരു ലാസറേറ്റഡ് വൂണ്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ ഡിഫാക്റ്റോ കംപ്ലൈനന്റ് ആയിട്ട് ഹർജി കൊടുത്ത ആളിന്റെ ശരീരത്തിൽ കാണപ്പെടുന്ന യാതൊരു മുറിവുകളും ഇല്ലെന്നാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് കാണുന്നത്. അത് സപ്രസ് ചെയ്തതാണെങ്കിൽ, ആദ്യത്തെ അന്വേഷണ ഏജൻസി സപ്രസ് ചെയ്തതാണെങ്കിൽ 2023 മുതൽ ഇതുവരെ സമയമുണ്ടായിരുന്നു. വേറൊരു മെഡിക്കൽ സെന്ററിലോ വേറെ ഒരു ഡോക്ടറെയോ സമീപിക്കാമായിരുന്നു. ആദ്യം പരിശോധിച്ച ഡോക്ടർക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാമായിരുന്നു. നാളിതുവരെ അത്തരത്തിൽ യാതൊരു കാര്യങ്ങളും ഈ കേസിലുണ്ടായിട്ടില്ല. വിധിയിൽ പൂർണ്ണമായ സംതൃപ്തിയുണ്ട്. കാരണം ഈ കേസ് വിശദമായി കോടതി ഈ ജാമ്യാപേക്ഷ വാദം കേട്ട് അതിന് ആ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളും അതുപോലെ ഈ കേസിലെ ഡിഫാക്റ്റോ കംപ്ലൈന്റിന് പറയാനുള്ള കാര്യങ്ങളും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വേണ്ടി ഹാജരായ പ്രോസിക്യൂട്ടർക്ക് പറയാനുള്ള കാര്യങ്ങളും എല്ലാം വിശകലനം ചെയ്തിട്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചിട്ടുള്ളത്. പ്രോസിക്യൂഷനെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസിക്യൂഷന്റെ അന്വേഷണ ഏജൻസിയുടെ നാളിതുവരെയുള്ള പ്രവൃത്തിയുടെ ഫലം കൊണ്ട് മാത്രമാണ് അത് സത്യസന്ധവും സുതാര്യവുമായ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല എന്നാണ് പ്രതികൾ ആരോപിക്കുന്നത്. ജാമ്യ വ്യവസ്ഥകൾ ഇപ്പോൾ ഓർഡറിൽ അപ്ലോഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ജാമ്യ വ്യവസ്ഥകൾ ഓർഡർ വായിച്ചു നോക്കിയതിന് ശേഷം അത് നിങ്ങൾ പ്രധാനപ്പെട്ട വാദങ്ങളെല്ലാം കോടതി അംഗീകരിച്ച തീർച്ചയായിട്ടും പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജാമ്യം അപേക്ഷിച്ചത്. തീർച്ചയായിട്ടും കാരണം ഇതിനകത്ത് 308 എന്നൊരു വകുപ്പില്ല എങ്കിൽ തന്നെ ഈ കേസിന് സുഗമമായ അന്വേഷണം മുന്നോട്ട് പോകും. പ്രതികൾ കുറ്റക്കാരാണെങ്കിൽ അവർ സർക്കാർ ഉദ്യോഗസ്ഥരായതുകൊണ്ട് അവരുടെ ഒരു ചെറിയ വകുപ്പിൽ പോലും ശിക്ഷ വന്നാൽ തന്നെ അവരുടെ ജോലിയെ അത് ബാധിക്കും, ഔദ്യോഗിക ഭാവിയെ അത് ബാധിക്കും. അതിനെയൊക്കെ പോരാഴിക തോന്നിയ അന്വേഷണ സംഘം കൂടുതൽ ഗുരുതരമായ വകുപ്പുകളിട്ട് അവരെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിച്ച് സമൂഹ മാധ്യമത്തിൽ ഗുരുതര കുറ്റകൃത്യം ചെയ്തു എന്ന് ആരോപിക്കത്തക്ക വിധത്തിലാണ് ഇങ്ങനെ തിടുക്കത്തിൽ ഇത്ര കാര്യങ്ങൾ ചെയ്തത്. തീർച്ചയായിട്ടും അത് ശരിവെക്കുന്ന കാര്യങ്ങൾ ഈ കേസിന്റെ രേഖകൾ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും കാണാൻ കഴിയും. അത് വളരെ ട്രാൻസ്പെറന്റ് ആണ്. ഇപ്പോൾ കോടതിയിലുള്ള രേഖകൾ നോക്കിയാൽ തന്നെ എന്തിനാണ് ഈ 308 തിടുക്കം പിടിച്ച് 308 എന്നുള്ളൊരു വകുപ്പ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് എന്ന് നാളിതുവരെ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും വിശദീകരിക്കാൻ
പ്രോസിക്യൂഷനോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കോ കഴിഞ്ഞിട്ടില്ല. ഈ രണ്ടാമത്തെ SITയുടെ, അതായത് പുതിയ SIT ഉപയോഗിച്ച് നൽകിയ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട വാദങ്ങളായിരുന്നു ഇപ്പോൾ ഇത്തരത്തിൽ മുൻകൂർ ജാമ്യത്തിലേക്ക് അടക്കം വരുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതിലെ ഈ പ്രോസിക്യൂഷൻ വാദങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? പ്രോസിക്യൂഷൻ വാദം ഉന്നയിച്ചിരുന്നത് ഇതിനകത്തെ ഡിഫാക്ടോ കംപ്ലൈനൻറ്റും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ആളും ഈ വാഹനം പോയതിന് ശേഷം, മുഖ്യമന്ത്രി സഞ്ചരിച്ചിരുന്ന വാഹനം പോയതിന് ശേഷം പോലീസ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ അവരെ യാതൊരു പ്രകോപനവും ഇല്ലാതെ ആക്രമിച്ചു എന്നാണ്. എന്നാൽ അവർ തന്നെ ഹാജരാക്കിയ വിഷ്വൽസിൽ കോടതിയിൽ ആ കാര്യം വെളിവായിട്ടുള്ളതാണ്. അങ്ങനെ ഉണ്ടായ സംഭവമല്ല. അവർ ഈ ബസ്സിനോട് ചേർന്ന്, മുഖ്യമന്ത്രി സഞ്ചരിച്ച ബസ്സിൻ്റെ ആ ഭാഗത്തോട് ചേർന്ന് അവർ യാതൊരു പ്രകോപനവും ഇല്ലാതെ ചാടി വീഴുന്നതും ആ വിഷ്വൽസിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ അവർ ഈ ഗുരുതരമായ പരിക്കുകൾ ആരോപിക്കുന്നതല്ലാതെ അത് മെഡിക്കൽ രേഖകളിൽ അത്തരത്തിൽ ഗുരുതരമായ യാതൊരു പരിക്കുകളുമില്ല. അതുപോലെ കോടതിയിൽ പ്രദർശിപ്പിച്ച വിഷ്വൽസിലും ഗുരുതരമായ പരിക്ക് അവർക്ക് ഏൽക്കുന്ന രീതിയിൽ തലയിലോ അല്ലെങ്കിൽ ഒരു ഉപദ്രവം ഏൽക്കുന്നതായിട്ടോ ആ വിഷ്വൽസ് കൊണ്ട് കാണാൻ കഴിയുന്നു. തുടർന്നുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതികളിൽ ഇനിയും ഇതിന്റെ വിസ്താരം ഉണ്ടാവും. അവിടെ ഈ പ്രതികൾ അവരുടെ നിരപരാധിത്വം കോടതി മുമ്പാകെ തെളിയിക്കാനായിട്ട് ഉള്ള അവസരം കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ നിലവിൽ ഗൺമാന്മാർക്കടക്കം 5 കേസിലെ 5 പ്രതികൾക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിലെ 5 പ്രതികൾക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചത്. പ്രതിഭാഗം അഭിഭാഷകന്റെ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അമൽ സുരേന്ദ്രൻ അവിടെ നിന്നും തുടരുന്നുണ്ട്. അമൽ, ഇത് SITയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ഈ കേസിൽ വലിയ വാദപ്രതിവാദങ്ങളാണോ നിലവിൽ കോടതിയിൽ ഉണ്ടായിരുന്നത്? ഏതൊക്കെ പ്രതിഭാഗത്തിന്റെ എല്ലാ വാദങ്ങളും അംഗീകരിക്കുകയാണോ നിലവിൽ ഉണ്ടായിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? ശ്യാമിലി, തീർച്ചയായും അങ്ങനെ വേണം കണക്കാക്കുവാൻ. ഈ പ്രതിഭാഗം ശക്തമായിട്ടുള്ള വാദമുഖങ്ങളായിരുന്നു. കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഊന്നിക്കൊണ്ടായിരുന്നു വാദം മുന്നോട്ട് പോയിരിക്കുന്നത്. പ്രതിഭാഗത്തിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ശിവദാസനായിരുന്നു ഹാജരായത്. അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ എല്ലാം ആക്യുറേറ്റായ തന്നെ കോടതിയെ മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ കോടതിയെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഉള്ളതായിരുന്നു. അതിന്റെ ഒരു ഫലം കൂടിയാണ് ഈ വിധിയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് വേണം പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ളൊരു വിധി മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ അത് SITക്ക് വരുത്തി വെച്ചിരിക്കുന്ന ആഘാതം ചെറുതല്ല എന്ന് പറയണം. പ്രത്യേകിച്ചും ഈ നടപടിക്രമങ്ങൾ പാലിക്കാതിരുന്നതിലുള്ള ഒരു വീഴ്ച ഈ കേസിന്റെ വിധി, ഇത്തരത്തിലൊരു വിധിയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. ഏതായാലും ഈ ബൈജു പൗലോസിനെ പോലുള്ള ഉദ്യോഗസ്ഥരടക്കം ഈ കേസിന്റെ പിന്നിൽ ഏറെക്കാലത്തെ പരിചയ സമ്പത്തുള്ള ബൈജു പൗലോസിനെ പോലുള്ള ഉദ്യോഗസ്ഥർ, ഷൗക്കത്ത് അലിയെ പോലുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ടായിട്ട് പോലും SITക്ക് കൃത്യമായി തന്നെ കോടതിയെ ഈ വിവരങ്ങളൊന്നും ധരിപ്പിക്കുവാൻ സാധിച്ചില്ല. അതിൽ പ്രധാനം IPC 308 നരഹത്യ കുറ്റം, ജാമ്യമില്ലാത്ത കുറ്റമാണ്. അത് ചുമത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന കോടതിയുടെ ചോദ്യത്തിന് അല്ലെങ്കിൽ കോടതിയെ ഇത് പറഞ്ഞ് ബോധിപ്പിക്കുവാൻ ഒരിക്കലും അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു വേളയിൽ പോലും സാധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് കോടതിക്ക് മുൻപാകെ പ്രതിഭാഗവും പ്രോസിക്യൂഷനും വാദിഭാഗത്തിന്റെ വ്യക്തിപരമായി ഹാജരായ അഡ്വക്കേറ്റും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റും കോടതിയിൽ ഈ വീഡിയോസ് ഹാജരാക്കുകയും അത് കാണണമെന്ന് പറയുകയും ഒക്കെ ചെയ്തതിനെ അടിസ്ഥാനത്തിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ കോടതി ഈ വീഡിയോസ് കാണുവാൻ, അതായത് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കാണുവാൻ തയ്യാറാവുകയും പക്ഷേ ഈ ദൃശ്യങ്ങളിൽ എവിടെയും പോലീസ് ക്യാപ്ചർ ചെയ്ത അല്ലെങ്കിൽ പോലീസ് പകർത്തിയ ദൃശ്യങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല. അങ്ങനെ പോലീസ് പകർത്തിയ ദൃശ്യങ്ങൾ എവിടെയെന്ന് SIT ഉദ്യോഗസ്ഥനോട് കോടതി മുറിക്കുള്ളിലേക്ക് തന്നെ വിളിച്ചു വരുത്തിക്കൊണ്ട് സെഷൻസ് ജഡ്ജിയായിട്ടുള്ള ഹണിയം വർഗീസ് ചോദിക്കുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥൻ പറയുന്നു ആ ഒരു പോലീസ് പകർത്തിയ ദൃശ്യങ്ങൾ ഇപ്പോൾ തങ്ങൾ ഹാജരാക്കിയിട്ടില്ല എന്ന്. ആ ദൃശ്യങ്ങൾ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് പരിശോധിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനങ്ങൾ പലതും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് പോലും പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് പോലും കോടതിയിൽ ഉണ്ടായി. അങ്ങനെയാണ് കോടതി ചോദിക്കുന്നത് അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പോലും ഹാജരാക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അത് പകർത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലും ഉറപ്പുവരുത്താൻ സാധിക്കാത്തത് അത് അന്വേഷണത്തിലുള്ള ഒരു വീഴ്ചയല്ലേ എന്ന് കോടതി ഈ വാദം ചെയ്യുന്നതിനിടയിൽ തന്നെ
അന്വേഷണ ഉദ്യോഗസ്ഥനോടും പ്രോസിക്യൂഷനോടും ചോദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഏതായാലും ഇത്തരത്തിൽ ഈ ഒരു കേസിൽ 5 പ്രതികൾക്കും ജാമ്യം അനുവദിക്കുമ്പോൾ ഇനി മേൽക്കോടതികളിലേക്ക് പോയി അവരുടെ കൂടുതലായുള്ള പരിശോധനകൾക്കും അല്ലെങ്കിൽ മേൽക്കോടതികൾ അപ്പീൽ പോകുവാൻ വേണ്ടിയിട്ടാണ് അജയ് ജുവൽ കുര്യാക്കോസും എ ഡി തോമസും തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം അവരും പ്രതികരണം നൽകുവാൻ വേണ്ടി ഈ കോടതി പരിസരത്തേക്ക് തന്നെ എത്തുമെന്നാണ് നമ്മോട് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ എ ഡി തോമസിന്റെ തലയിലേറ്റ മുറിവ്, ആ മുറിവ് മാത്രം അവിടെ രക്തം കണ്ട മുറിവ്, ആ മുറിവ് പോലും ഇന്റൻഷനോട് കൂടിയാണ് എ ഡി തോമസിന്റെ തലയ്ക്ക് അടിച്ചത് എന്ന് വ്യക്തമാക്കുവാൻ അല്ലെങ്കിൽ അത് അമൽ തോമസ് ആയിരുന്നു ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എന്തായാലും